ആദിമ ഗേഹമാണ് മനുഷ്യനെ സംബന്ധിച്ചോളം കാട്. മനുഷ്യൻ അവൻ്റെ ആദിമ ജീവിതകാലത്ത് വനവാസിയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ കാട് മനുഷ്യൻ്റെ ആദിമഗേഹമാണ്, അഭയാരണ്യമാണ്, അമ്മത്തണലാണ്. മാത്രമല്ല കാട് യഥാർത്ഥത്തിൽ ഭൂമിയുടെ ശ്വാസകോശമാണ്. കാർബണും അതുപോലുള്ള വിപത്കരമായ സംയുക്തങ്ങളെയും അന്തരീക്ഷത്തിൽ നിന്ന് തുലനം ചെയ്ത് ശുദ്ധവായു തന്നിട്ട് നമ്മെ സംരക്ഷിക്കുന്ന ഭൂഭാഗമാണ് കാടിടം. ഈ ലോകത്തിൻ്റെ, ഈ ഭൂമുഖത്തിൻ്റെ 31% വരുന്ന കാടുകളാണ്. 31% കാടുകളുണ്ട് ഈ ഭൂമുഖത്ത്. ആ കാടുകളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ന് ശുദ്ധവായു ശ്വസിച്ച് ജീവിക്കാനുള്ള കാരണക്കാർ. അതുകൊണ്ടാണ് കാടുകളെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് പറയുന്നത്. കാരണം അന്തരീക്ഷത്തിലെ കാർബണും അതുപോലെ വിപൽക്കരമായ എല്ലാ സംയുക്തങ്ങളെയും തുലനം ചെയ്ത് ആഗിരണം ചെയ്ത് ശുദ്ധവായു പ്രദാനം ചെയ്യുന്നവരാണ് വനങ്ങൾ. അതുകൊണ്ട് ആ വനഭൂമിയെ നമ്മൾ ശരിക്കും നമ്മുടെ ഹൃദയതാളം വനതാളത്തോട് ചേർത്ത് വെക്കണം. അല്ലെങ്കിൽ വനതാളം നമ്മുടെ ഹൃദയതാളമാക്കി മാറ്റേണ്ട ഒരു കാലത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത്.